മൂന്നാറിൽ പിടിച്ചെടുത്തതും സർക്കാരിന്റെ കൈവശമിരിക്കുന്നതുമായ ഭൂമി സംരക്ഷിക്കുന്നതിനായി 2010 ജണ്ടകൾ നിർമ്മിക്കാൻ റവന്യൂ വകുപ്പ് തീരുമാനിക്കുകയും പിന്നീട് ജണ്ടകളുടെ നിർമ്മാണം പൊതുമരാമത്ത് വകുപ്പിനെ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ സംരക്ഷിക്കേണ്ട ഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെപ്പറ്റി പഠനം നടത്താതെ സംരക്ഷിത ഭൂമിയുടെ കിലോമീറ്ററുകൾക്കകലെ ദേവികുളം ഗ്രാമപഞ്ചായത്ത് സ്കൂൾ ഗ്രൗണ്ടിലാണ് ജണ്ടകൾ നിർമ്മിച്ചത്. ആയിരക്കണക്കിന് വരുന്ന കോൺക്രീറ്റ് ജണ്ടകൾ ഉപയോഗിക്കാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ അധികൃതർ സ്കൂൾ മുറ്റത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് അധികൃതർ രഹസ്യമായി ജണ്ട അവിടെ നിന്നും നീക്കം ചെയ്ത് കൊക്കയിൽ തള്ളി. KDHന്റെ അതിര് തിരിക്കാനെന്ന് പറഞ്ഞുകൊണ്ടും സർക്കാർ ഭൂമി പിടിച്ചെടുത്തത് സർക്കാരിന്റെ എന്ന് പറഞ്ഞ് തിരിക്കാനെന്നും പറഞ്ഞുകൊണ്ടും 2010 സർക്കാർ ഉദ്യോഗസ്ഥരും മറ്റും ചേർന്നിട്ടാണ് ഇവിടെ ഈ ജണ്ട നിർമ്മാണം തുടങ്ങിയത്. ഈ ജണ്ട നിർമ്മാണം ഈ സ്കൂളിന്റെ മൈതാനിയിൽ തുടങ്ങി ഏകദേശം 2-2.5 കൊല്ലത്തോളമായിട്ടും ഈ 1000-ഓളം വരുന്ന ജണ്ടകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചതല്ലാതെ അത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തുകൊണ്ട് വെക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായില്ല. സംരക്ഷിത ഭൂമിയിൽ അധികൃതർ ഇതുവരെ ജണ്ടകൾ സ്ഥാപിച്ചിട്ടില്ല. ഇത് കയ്യേറ്റക്കാരെ സഹായിക്കാനാണെന്ന് ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ജണ്ടകൾ ഉപയോഗിക്കാനാവാതെ കൊക്കയിൽ തള്ളിയതിനെപ്പറ്റി വിശദമായ അന്വേഷണം നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ബിജു തറയിൽ, മീഡിയ 1 ഇടുക്കി.